വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോണിന്റെ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 366 367 ഗൈസ്. നിങ്ങൾ എല്ലാവരും ദിവസവും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ അതിൻ്റെ അകത്ത് ഓരോ ഡീറ്റെയിൽസ് ഇടാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കാര്യവശാൽ എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റില്ലെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇടാറുണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ ഇടാഞ്ഞത് മറ്റൊന്നും കൊണ്ടായിട്ടില്ല, എനിക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകണമായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കമ്മ്യൂണിറ്റി ടാബ് ഇട്ടപ്പോൾ ദേ കിടക്കണ ഒരുത്തം വന്ന് എന്നെ തലയെ കഴിച്ച് പ്രാഗിരിക്കുന്നു. എക്സാമിൻ്റെ കാര്യമല്ലേ ബ്രോ. അതും പോട്ടെ, നിങ്ങളുടെ സപ്പോർട്ട് നന്നായിട്ട് എന്നെ കുറയുന്നുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും ചോദിച്ചൊരു ടാർജറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിലും വലിയ ടാർജറ്റൊക്കെ അച്ചീവ് ചെയ്ത ഓരോരുത്തരും തന്നെയാണെന്ന് ഓർക്കും. ഇന്ന് വൺ പീസിൻ്റെ ചാപ്റ്റർ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്രഷൻ വീഡിയോ സെറ്റാക്കി കഴിഞ്ഞാണ് ഞാൻ വീണ്ടും ഇതിരുന്ന് ചെയ്യുന്നത്. അതായത് നോർമലി ഞാൻ 1 ഡേ 1 വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഞാൻ 2 എണ്ണം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. സോ പ്ലീസ് സപ്പോർട്ട് മീ ഗൈസ്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ റിയു ആസ്റ്റയോട് പറയുന്നുണ്ട്, ആസ്റ്റ റെഡി ആയിട്ട് നിന്നോ, അവർ ഇപ്പം തന്നെ ഇവിടെ എത്തുന്നതായിരിക്കും. യോസുക ഈസുക അതേസമയം അവിടെ വരുന്നുണ്ട്. എന്നിട്ട് ആസ്റ്റയോട് പറയുന്നുണ്ട്, സോ നീ പുറത്ത് പോകണല്ലേ. ആസ്റ്റയും പറയുന്നുണ്ട്, നന്ദി, ഇത്ര നാൾ നിങ്ങളെ സഹായിച്ചു, വളരെ വലിയ നന്ദി. പെട്ടെന്ന് ആസ്റ്റയുടെ പുറകിൽ ഒരു സ്ട്രിങ് പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ അകത്തുനാട്ടെ നമ്മുടെ ഫിൻറല് പുറത്തായിട്ട് വരികയും ചെയ്യും. ആസ്റ്റ നീ ഇവിടെ ആയിരുന്നല്ലോ, ബാ ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. നമ്മുടെ ഫിൻറലിനെ കണ്ടപ്പോൾ ആസ്റ്റയ്ക്കാകട്ടെ വളരെയധികം സന്തോഷം തോന്നി. ഇതൊക്കെ കണ്ടുകൊണ്ട് ഈച്ചിക ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഫിൻറൽ, നിന്റെ കൂടെ ആസ്റ്റയ്ക്കല്ലാതെ മറ്റൊരാൾക്കും കൂടെ വരാൻ സാധിക്കുമോ? വരാം സാർ, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ആ കാണുന്ന പെണ്ണെ കണ്ടോ, അവളെ കൂടെ കൂട്ടത്തിൽ കൂട്ടിക്കോ. ഞങ്ങളുടെ നാട്ടിലെ വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് പേഴ്സൺ ആണ്, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മാസ്റ്റർ റിയു എന്തുകൊണ്ട് പറയുന്നത്? ഇല്ല, ഞാൻ ഒരിക്കലും പോകത്തില്ല, ഞാൻ ഞങ്ങളുടെ പക്കൽ നിന്ന് പോകത്തില്ല. എടി ഒന്നും മിണ്ടിയൊന്നും വേണ്ട, നീ മര്യാദക്ക് റിയൂസാൻ പറയുന്നത് കേൾക്കാൻ നോക്കും. റിയൂസാനെ ലാൻഡ് ഓഫ് ദി സണ്ണെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. എന്നെ കടന്ന് ഇവിടെ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് നീ പേടിക്കാൻ വേണ്ട, നീ ധൈര്യമായിട്ട് പൊക്കോളൂ. ഈശിക, നീ പോയി യാമിനെ കാണ്, എന്നിട്ട് എല്ലാം സംസാരിച്ച് റെഡിയാക്ക്, എന്നിട്ട് നീ തിരിച്ചു പോവാ. ഓസ്റ്റ, നിനക്കറിയാമല്ലോ ഈ ലോകത്തിന്റെ ഭാവി തന്നെ നിന്റെ കൈകളിലാണുള്ളത്. സോ പോയി ലൂഷ്യസിനെ തോപ്പിച്ചിട്ട് വാടാ. ആസ്റ്റയായിട്ട് അതൊക്കെ കേട്ടുകൊണ്ട് ഫുള്ളായിട്ട് എനർജി ആയിട്ട് തന്നെ അതിന്റെ അകത്തോട്ട് കയറുവാണ്. അങ്ങനെ ഫിൻറലിന്റെ കൈ ഈച്ചുകയെ ആസ്റ്റയും പിടിച്ചുകൊണ്ട് അവർ നേരെ ഇപ്പുറത്തെ സെല്ലേക്ക് വന്നു. ആസ്റ്റ ഇങ്ങോട്ട് വരാനടുത്ത് കാണുന്നത് തന്നെ തന്റെ കൂട്ടുകാരെയാണ്. തന്റെ പ്രിയപ്പെട്ടവരും എല്ലാവരും തന്നെ ചോരയിൽ കുളിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാതെ അവിടെ കിടക്കുന്നതാണ്. ആസ്റ്റയ്ക്ക് ഇത് കാണാൻ നേരത്ത് തന്നടിന് ദേഷ്യം വരും. സോ നീ വന്നില്ലേ, വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം നിനക്ക് മാത്രമേ ഇവിടെ എഴുന്നേറ്റ് നിൽക്കാനുള്ള കെൽപ്പുള്ളൂ. ബാക്കി എല്ലാവരെയും ഞാൻ ഡിഫീറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ ആസ്റ്റ തന്റെ ഡീമൺ ഡിസ്ട്രോയർ സോഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അൺലിഷൻ ചെയ്യുന്നുണ്ട്. ഫിൻറൽ, നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് താങ്കൾ ബാക്കിൽ നിന്നുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കാൻ നോക്ക്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഈ ഒരു ബാറ്റിൽ ഞാൻ ഒരിക്കലും തന്നെ തോൽക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റ പതുക്കെ കീറയുടെ അടുത്തേക്ക് നടന്ന് ചെല്ലുവാണ്. അവന് മാജിക് ഇല്ല, അതുകൊണ്ട് എന്റെ സ്കെയിൽ മാജിക്കിന് അവന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മാസ്റ്റർ ലൂഷ്യസ് തന്ന അറ്റ്മോസ്ഫിയർ മാജിക് കൊണ്ട് ഞാൻ അവനെ ഡിഫീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അത് ആക്ടിവേറ്റ് ചെയ്യും. എന്നാൽ നമ്മുടെ ആസ്റ്റയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പുള്ളിക്കാരൻ വളരെ കൂളായിട്ട് തന്നെ കീറയുടെ അടുത്തേക്ക് പതുക്കെ നടന്നു വരുവാണ്. നിന്റെ മാജിക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ എന്തുപകാരം, എന്റെ ആന്റി മാജിക് വെച്ച് നോക്കിയിട്ട് അതുപോലെ വളരെ ബാഡ് ആയിട്ടുള്ള മാച്ചപ്പ് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു പലാഡിയനാണ്. എന്റെ മാജിക്കും എന്റെ ഫിസിക്കൽ സ്ട്രെങ്തും എല്ലാം അവനെക്കാട്ടും കൂടുതലാണ്. എനിക്ക് ഉറപ്പായിട്ടും അവനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ ഡിഫീറ്റ് ചെയ്തിരിക്കും. ഇതാണോ നീയൊക്കെ പറയുന്ന നന്മ? ഇതാണോ നീയൊക്കെ പറയുന്ന സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റ നേരെ നമ്മുടെ കീറയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ആസ്റ്റയുടെ വരവ് കണ്ടപ്പോൾ തന്നെ കീറക്ക് കാര്യം മനസ്സിലായി. പുള്ളിക്ക് എന്റെ കയ്യിൽ നിന്ന് പോയിരുന്നു. പിന്നെ കാണിക്കുന്നത് ആസ്റ്റ കീറനെ 2ആയിട്ട് മുറിക്കുന്നതാണ്. ഡിഫീറ്റ് ചെയ്യപ്പെട്ട കീറ താഴത്തേക്ക് വീഴാൻ നേരത്ത് മനസ്സിൽ പറയുന്നുണ്ട്, സോ ആര് കണ്ട് അവസാനം എന്നെ ആ ബ്ലാക്ക് ബുൾസ് തന്നെ വന്ന് രക്ഷിക്കുമെന്ന്. എല്ലാവർക്കും ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുവാണല്ലോ. ഇതൊക്കെ കാണുന്ന വിജിക്കുൻ പെട്ടെന്ന് പുള്ളിക്കാരുടെ പവേഴ്സ് യൂസ് ചെയ്ത് അവിടുന്ന് എഴുന്നേക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ പവേഴ്സ് യൂസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു ബബിളിന്റെ അകത്താക്കി മാറ്റും. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ മരണത്തിന്റെ ായിരുന്നു, പക്ഷെ അവർക്ക് ആർക്കും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ബേഡ് ഗേൾ, നിന്റെ മാജിക് കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. പക്ഷെ ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഫുൾ മാജിക് ഇവിടെ കംപ്ലീറ്റ്ലി ഔട്ട് ആകും. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബെനീസ, എന്റെ സ്ഥാനത്ത് നീ ഈ നാട്ടിലെ വിസ് ക്യൂനായിട്ട് മാറണം. അപ്പൊ തന്നെ മറ്റേ പുള്ളിക്കാരിയില്ലേ, നമ്മുടെ പീക്കോക്കിലെ പുള്ളിക്കാരി പറയുന്നുണ്ട്, അത് വെയിറ്റ് ചെയ്തു, അത് ഞാൻ അയക്കോളാം. ഞാൻ എന്റെ 20s കുറെ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ലാതെ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ആ പരിപാടി ഞാൻ നോക്കിക്കോളാം മാജസ്റ്റി, അതോർത്ത് പേടിക്കേ വേണ്ട. എനിമീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോഴും ഡിസ്ട്രക്ഷൻ പവർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മരണത്തിന്റെ വക്കിലെത്താൻ വളരെ ചാൻസ് കൂടുതലാണ് നമുക്ക്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ബ്ലാക്ക് ബുൾസ് റിവൈവ് ചെയ്യണം. കാരണം ആന്റി മാജിക് ബോയ്, നീ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടില്ലേ? ഉണ്ട് വിച്ച്ക്യൂൻ, താങ്ക്സ്. ലെബി, നീ സെറ്റില്ല എന്ന് പറഞ്ഞോണ്ട് ആശ പുള്ളിക്കാരന്റെ സോഡ് ആ ഒരു ഗ്രിമോറിന്റെ അകത്ത് നിന്ന് എടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം, ജസ്റ്റ് ഇതൊരു തിയറിയാണ്, എങ്കിലും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിന്റെ ആന്റി മാജിക് കൊണ്ട് ബാക്കിയുള്ള സാധനത്തിനെ കോട്ട് ചെയ്യാൻ സാധിക്കും. അത് നീ ഓൾറെഡി കണ്ടിട്ടുണ്ട്. യാമിയുടെ കട്ടനെ നിനക്ക് ഓർമ്മയില്ലേ? സോ ബാക്കിയുള്ള സാധനത്തിന് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യർക്കും കൊടുക്കാൻ സാധിക്കത്തില്ലേ? നിന്റെ ഡീമൺ ഡ്യൂലറിലെ അതിന്റെ റിവേഴ്സ് ആയിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആന്റി മാജിക് എന്ന് പറയുന്നത് മറ്റാർക്കും ഇല്ലാത്ത ഒരു മാജിക് ആണ്. അത് മാത്രമല്ലാതെ അത് നിന്റെ ഉള്ളിലുള്ളതാണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു അൺചാർട്ടഡ് ടെറിട്ടറിയാണ്. സോ നിനക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. നീ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ആ സ്റ്റാർ തന്റെ ഡീമൻ ഡോളർ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിയാൻ നേരത്ത് നമ്മുടെ ബ്ലാക്ക് ബുൾസിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെ മേത്ത് ആ ഒരു ആന്റി മാജിക് കോട്ട് വരും. അങ്ങനെ അവരെല്ലാവരും വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ബ്ലാക്ക് ബുൾസിന്റെ ഒരു മാസീവ് ഉള്ള കംബാക്കിംഗ് കാണിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇങ്ങനെ അവസാനിക്കുന്നത്. സോ നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്.